ആർട്ടോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. നമ്മൾ അക്ഷയ സെൻറ്ററുകളിലേക്കോ അതല്ലെങ്കിൽ ബാങ്കുകളിലേക്കൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ കീബോർഡിലേക്കൊന്നും നോക്കാതെ വളരെ സ്പീഡായിക്കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പിംഗ് മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഏതൊരു കീബോർഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലുള്ള JF എന്ന് പറയുന്ന ഈ രണ്ട് അക്ഷരങ്ങൾക്ക് മുകളിലായിട്ടും ഒരു ചെറിയ കുനിപ്പ് അതല്ലെങ്കിൽ ചെറിയൊരു ഹമ്പ് കാണാറുണ്ട്. ആ ഒരു ഹമ്പിന് മുകളിലായിട്ടാണ് നമ്മുടെ ചൂണ്ടുവിരലുകൾ നമ്മൾ വെക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ ഒരു കീബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ഒരു J എന്ന് പറയുന്നതിന് മുകളിലായിട്ട് ചെറിയൊരു ഹമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു J എന്നതിന് മുകളിലായിട്ട് ഞാൻ എൻ്റെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഒന്ന് വെച്ച് കൊടുക്കുന്നു. അതേപോലെ തന്നെ അപ്പുറത്തായിട്ട് കാണുന്ന F എന്ന് പറയുന്നതിന് മുകളിലും ഒരു കുനിപ്പ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു Fന് മുകളിൽ നമ്മുടെ ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഒന്ന് വെച്ച് കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് എപ്പോഴും നമ്മുടെ കൈയിൻ്റെ പൊസിഷൻ വരേണ്ടത്. അതിനുശേഷം തൊട്ടടുത്ത് ഏതൊരു അക്ഷരമാണോ വരുന്നത് ആ ഒരു അക്ഷരത്തിന് മുകളിൽ തൊട്ടടുത്ത വിരലും വെച്ച് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു വിരൽ അപ്പുറത്തെ അക്ഷരമായ K എന്നതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നു. ഈ ഒരു വിരൽ അപ്പുറത്തെ Lന് മുകളിൽ വെച്ച് കൊടുക്കുന്നു. ഈ ഒരു വിരൽ നമ്മുടെ ഈ അക്ഷരത്തിന് മുകളിലാണ് വരേണ്ടത്. നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം രീതി തന്നെയാണ് ഈ ഒരു ഭാഗത്തും. അതായത് D എന്നതിന് മുകളിൽ ഈ ഒരു വിരൽ വെച്ച് കൊടുക്കുന്നു. എസ്സിന് മുകളിൽ ഈ ഒരു വിരലും വെച്ച് കൊടുക്കുന്നു. എക്ക് മുകളിൽ ഈ ഒരു വിരലും വെച്ച് കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കൈ എല്ലാ സമയത്തും വരേണ്ടത്. നമ്മുടെ ഓരോ വിരലിനും താഴെയുള്ള അക്ഷരങ്ങളാണ് ആ വിരലുകളെ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓരോ വിരലുകൾക്കും പ്രത്യേകമായിട്ട് ഓരോ ബട്ടൺസുകളും ഉണ്ട്. അതായത് ഈ ഒരു ചൂണ്ടുവിരലിനെ കൊണ്ട് നമ്മൾ J ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ U എന്ന അക്ഷരവും അതിന് നേരെ താഴെയായിട്ടുള്ള M എന്ന അക്ഷരവും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചൂണ്ടുവിരലിനെ കൊണ്ട് നമ്മൾ Y എന്ന അക്ഷരവും H എന്ന അക്ഷരവും N എന്ന അക്ഷരവും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതേ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഇടത് ഭാഗത്തും വരുന്നത്. അതായത് F എന്നും ടൈപ്പ് ചെയ്യണം, ശേഷം R എന്നും ടൈപ്പ് ചെയ്യാം, V എന്നും അതേപോലെ തന്നെ B എന്നും G എന്നും T എന്നും നമ്മൾ ഈ ഒരു വിരലിനെ കൊണ്ട് തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഏതൊക്കെ വിരലുകളെ കൊണ്ട് ഏതൊക്കെ അക്ഷരം ടൈപ്പ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓരോ വിരലുകളും വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഓരോ അക്ഷരവും ഏതൊക്കെ വിരലുകളെ കൊണ്ട് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചൂണ്ടുവിരലുകളെ കൊണ്ട് ഇത്രയും അക്ഷരങ്ങൾ കവർ ചെയ്യുമെന്ന് പഠിച്ചു. ഇനി ഈ ഒരു രണ്ടാമതായിട്ട് കാണുന്ന വിരലിനെ കൊണ്ട് നമ്മൾ I എന്ന അക്ഷരവും അതേപോലെ തന്നെ അതിന് നേരെ താഴെയായിട്ടുള്ള ഈ ഒരു അക്ഷരവും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിരലിനെ കൊണ്ട് Oയും ഈ ഒരു ബട്ടണും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതുകൊണ്ട് Pയും അതിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ബട്ടണും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ തള്ളവിരലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾക്ക് സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത്രയും കാണുന്ന നമ്മുടെ മുഴുവൻ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പിംഗ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ആദ്യമൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട എന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.